സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കടന്നു വന്ന പ്രയോജനകരം എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ. ഇന്ന് പകല് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. വായിക്കപ്പെട്ട തിരുവചനം ദാവീദിൻ്റെ ഒരു ന്യായം പാലിച്ചു തരുവാൻ വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ന്യായം പാലിച്ചു തരിക. രണ്ട് വ്യക്തികൾ ഒരു വിഷയത്തിന് വേണ്ടി തർക്കിക്കുന്നു. അതിൽ ആല്യാസ്തോത്രം ചെയ്യുന്നു. ആ വ്യക്തികൾ, ഒരാൾ പറയും ഞാൻ പറയുന്നതാണ് ശരി, ഇതെൻ്റെ അവകാശമാണ്. മറ്റേ വ്യക്തി പറയും ഇത് ഞാൻ പറയുന്നതാണ് ശരി, ഇതെൻ്റെ അവകാശമാണ്. ഈ രണ്ട് വിഷയത്തിൻ്റെ നടുവിൽ ഒരു ന്യായാധിപനായിട്ട് ഒരുവൻ വരും, ഇവരുടെ വാദങ്ങളെ കേൾക്കാൻ. വാദങ്ങളെ കേട്ടിട്ട് ഇവർ ഏതാണ് ശരിയെന്ന് ആ ന്യായാധിപൻ തീരുമാനിക്കുന്നു. ആ ന്യായാധിപൻ തീർപ്പ് കൽപ്പിക്കുന്നു. ഇവിടെ ദാവീദ് ഹല്ലേലൂയ സ്തോത്രം തന്നെ അഭിഷേകം ചെയ്ത ശമൂവേലിനെയോ തൻ്റെ രാജ്യത്തിലെ രാജാവായിരിക്കുന്ന ശൗലിനെയോ അല്ല ന്യായാധിപനായിട്ട് വിളിക്കുന്നത്, ദൈവത്തെയാണ് ന്യായാധിപനായിട്ട് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയുകയാണ്, ദൈവമേ നീ എനിക്ക് ന്യായം പാലിച്ചു തരണം. യഹോവേ നീ എനിക്ക് ന്യായം പാലിച്ചു തരണം. അപ്പോൾ മനുഷ്യരെ കൊണ്ട് ന്യായമായ ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദാവീദ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരെ കൊണ്ട് ന്യായപാലനം ചെയ്ത് അത് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത ഒരു വിഷയത്തിൽ ദാവീദായിരിക്കുന്നു. ആ വിഷയത്തിനകത്ത് ആല്യാസ്തോത്രം എനിക്ക് ന്യായം കൽപ്പിച്ച് കിട്ടണം. അതിനു വേണ്ടി ദാവീദ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. 8-ാം വാക്യം വരെ അതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒന്നാമത്തെ ദാവീദ് ചെയ്ത ഒന്നാമത്തെ കാര്യം, അല്ല, ഞാൻ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഒന്നാമത് ചെയ്യുകയാണ്, നിഷ്കളങ്കതയിൽ നടക്കുന്നു. ആ നിഷ്കളങ്കത ദാവീദും ശൗലും തമ്മിലുള്ള രീതിയിൽ വെളിപ്പെട്ട ഒരു നിഷ്കളങ്കത. ശൗലിനെ ആല്യാസ്തോത്രം കൊല്ലുവാൻ ഒരവസരം ദാവീദിന് കൈവന്നു. അല്ല, 1 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് അകത്തൊരു ഗുഹയ്ക്കകത്തും ശൗല് ഗുഹയുടെ പുറത്തും കിടന്നുറങ്ങുകയാണ്. ദാവീദിൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു, നിന്റെ ശത്രുവിനെ ഇന്ന് ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് വായിച്ചേ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ദൈവം അരുളി ചെയ്ത ദിവസം ഇതാണെന്ന് പറഞ്ഞ് തൻ്റെ കൂടെ ഉള്ളവർ ശൗലിനെ കൊല്ലാൻ അവനെ പ്രേരണ ചെലുത്തുകയാണ്. പക്ഷെ ദാവീദ് അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. വേഗത്തിൽ വായിക്കുന്നു. കണ്ട, ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, നിന്നെ കൊല്ലാൻ എനിക്ക് കിട്ടിയ സമയം ഞാനത് ചെയ്തില്ല. നിന്റെ വസ്ത്രത്തിൻ്റെ മേലങ്കി മാത്രം ഞാൻ മുറിച്ചെടുത്തു.
എൻ്റെ കൈ നിനക്ക് നേരെ ഒരു ദോഷവും ചെയ്യുന്നില്ല. എൻ്റെ കൈ നിനക്ക് നേരെ ഒരു ദോഷവും ചെയ്യുന്നില്ല. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഇതേപോലെ നമുക്ക് ഈ സഭായോഗം കൂടുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു സാക്ഷ്യം പറയാൻ കഴിയുമോ? എൻ്റെ കൈ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ഒരു ദോഷവും ചെയ്യാത്ത ഒരു കൈയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ദൈവം ന്യായം പാലിച്ചു തരേണ്ടതിന് ആദ്യമായിട്ട് ദാവീദ് ചെയ്ത ഒന്ന്, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഇതാണ് നിഷ്കളങ്കത. ശത്രുവിനോട് പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടിയിട്ടും ആ അവസരത്തെ പാഴാക്കി മുമ്പോട്ട് പോകുകയാണ്. അടുത്ത ദാവീദ് പറയുന്നത് സങ്കീർത്തനത്തിൽ എന്താ? ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഇളകാതെ, ഒന്ന് ചലിക്കാതെ ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു. ദൈവം ഇട്ട് തന്നിരിക്കുന്ന അടിസ്ഥാനത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ യോശുവയോട് പറഞ്ഞു, ആല്യാസ്തോത്രം, നിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ എന്ത് ചെയ്യരുത്? മാറരുത്. എന്നാൽ ജീവിതകാലത്തൊരിക്കലും ഒരു പുരുഷനും നിന്റെ നേരെ നിൽക്കില്ല. ഇവിടെ ദാവീദും പറയുകയാണ്, ഞാൻ ഇളകാതെ ഉറച്ചിരിക്കുകയാണ്. ഇളക്കമില്ല. നമുക്കിട്ടിരുന്നിരിക്കുന്ന അടിസ്ഥാനമുണ്ട്. ദൈവമിട്ടിരിക്കുന്ന അടിസ്ഥാനം ഏതാണ്? എങ്ങനെയുള്ള അടിസ്ഥാനമാണ് നമുക്ക് ഇട്ടിട്ട് തന്നിരിക്കുന്നത്? ദൈവം ഇട്ട് തന്നിരിക്കുന്ന അടിസ്ഥാനം, ദൈവത്തിൻ്റെ അടിസ്ഥാനം നീതിയും ന്യായവുമാണ് അടിസ്ഥാനം എന്ന് 89 സങ്കീർത്തനം 14 വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്. നീതിയും ന്യായവും ദൈവത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. പക്ഷെ ഈ നീതിയും ന്യായത്തിനും തൊട്ടപ്പുറത്ത് ദൈവം വേറൊന്നുകൂടെ വെച്ചിട്ടുണ്ട്. അതാ സങ്കീർത്തനത്തിൽ കാണൂല, അത് വേണ്ടി പെട്ടെന്ന് മറിക്കണ്ട. സ്തോത്രം. അപ്പൊ ഈ നീതിയും ന്യായത്തിനും തൊട്ടടുത്ത് ദൈവം മറ്റൊന്നുകൂടെ വെച്ചിട്ടുണ്ടെന്ന് വേറൊരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. 97 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യം അവിടെ പറയുന്നുണ്ട്. ഇതാണ്ട നീതിയുടെ അടിസ്ഥാനത്തിന്റെ തൊട്ടടുത്ത് എന്തുണ്ട്? മേഘമുണ്ട്, അന്ധകാരമുണ്ട്. എപ്പോഴാണോ ഈ നീതിയിൽ നിന്ന്, ഈ ന്യായത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകുന്നത്, അപ്പോൾ ഈ അന്ധകാരം നമ്മളെ പിടിക്കും, ഇരുട്ട് നമ്മളെ മൂടും. തൊട്ടടുത്ത് തന്നെ ദൈവം ഒരു പ്രതിയോഗിയും വെച്ചിട്ടുണ്ട്. യെരൂശലേം മല, അല്ല ദേവാലയം ഇരിക്കുന്ന മലയില് ചുറ്റും 4 മലകളുണ്ടെന്ന്. അതിൽ ഒന്ന് ഏതാണ്? അക്കാമല. അക്കാമല എന്തിനെ സൂചിപ്പിക്കുന്നു? ഇതുവരെ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അക്കാമല എന്തിനെ സൂചിപ്പിക്കുന്നു? അക്കാമല എന്ന് പറയുന്ന, അക്കൽദാമ എന്ന് പറയുന്ന ആ സ്ഥലം ആര് വാങ്ങിച്ചത്? യൂദ വാങ്ങിച്ചത്. യൂദ കെട്ടിത്തൂങ്ങി പൊട്ടി വീഴുന്ന കുടല് പുറത്ത് ചാടി മരിച്ച സ്ഥലവും അടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും നീ നോക്കിക്കൊള്ളണം. ആലയത്തിനകത്ത് കയറുമ്പോഴേ ഇവിടവും കൂടെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യായി. എല്ലാം ശുഭകരമല്ല വെച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്യുന്നതിനുള്ള ശിക്ഷയും അപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കാണാ കണക്കിന് വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? തൊട്ടപ്പുറത്ത് മോറിയ മലയും വെച്ചിട്ടുണ്ട്. വാക്ക് കേട്ടനുസരിക്കുന്നവനുള്ള അനുഗ്രഹം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. വേലത്തരം കാണിക്കുന്നവനുള്ള ശിക്ഷയും തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ആലയം പണിതിരിക്കുന്നത്. അതൊക്കെ ഒരു വിശദീകരണ പഠനമാണ്. അതെവിടെ, ഏത് വാക്യം തൊട്ട് പഠിക്കണം?
ഹല്ലേലൂയ, സ്തോത്രം. 2 ദിനവൃത്താന്ത പുസ്തകം 3:1 പഠിക്കണം. 1 പഠിച്ചിട്ട് അതിനെ വ്യാഖ്യാനിച്ച് വരുമ്പോൾ ഈ 4 മലകളും അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, അതിൻ്റെ പൂർണ്ണതകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. മറ്റൊരു സ്ഥലത്തും മാറ്റമില്ല. ദാവീദ് വട്ടം കൂട്ടിയിരുന്ന ഓർന്നാന്റെ കളത്തിൽ തന്നെ യെരൂശലേം ദേവാലയം ശലോമോൻ പണിതു എന്നവിടെ കാണും. അപ്പൊ ഓർന്നാന്റെ കളവും അവിടെ ഉണ്ട്, ശിക്ഷയ്ക്കുള്ള രക്ഷയും അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആലയത്തിനകത്ത് വരുന്ന നമ്മൾ ചിലത് ഇളകാതെ ദൈവിക അടിസ്ഥാനത്തിൽ ഉറയ്ക്കണം. ആ ഉറക്കേണ്ടതിന് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ശോധന ചെയ്താണ് നമ്മളെ ഇടുന്നത്. അല്ലെ? യെശയ്യാവ് പറയുന്നു 78:16 വായിക്കുമ്പോൾ, ഞാൻ ആല്യാസ്തോത്രം ശോധന ചെയ്ത് മൂലക്കല്ലും അടിസ്ഥാന കല്ലുമായിട്ട് സിയോനിൽ ഒരു കല്ല്, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകില്ല, അവൻ ലജ്ജിക്കില്ല, അവന് മാന്യതയുണ്ടാകും. വിശ്വസിക്കാത്തവന് ഈ കല്ല് എന്തായി മാറും? ഇടർച്ചക്കല്ലായി മാറും, തടങ്കൽ പാറയായി മാറും. അപ്പൊ അങ്ങനെ ഒരു അടിസ്ഥാനമാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? ഇട്ടിരിക്കുന്നത്. ഈ അടിസ്ഥാനത്തിനകത്താണ് നമ്മൾ ഈ അടിസ്ഥാനം ആക്കൊക്കെ ഇട്ടിരിക്കുന്ന. ഇവിടെ ഇരിക്കുന്ന സ്നാനപ്പെട്ട എല്ലാവർക്കും മാത്രമല്ല, സ്നാനപ്പെട്ടവർക്ക് മാത്രമല്ല ഇട്ടിരിക്കുന്നത്. പിന്നെയോ വായര് ആവർത്തന പുസ്തകം 29:11 തൊട്ട് വായര്, 11 തൊട്ട് 14 വരെയുള്ള വാക്യം വായര്. ഒന്നുകൂടെ വായര്. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരോടും നമ്മളോട് കൂടെ ഇല്ലാത്ത നമ്മളെ കുടുംബത്തിലുള്ളവരോടും കൂടെയാണ് ഈ അടിസ്ഥാനം ഇടുന്നത്. അപ്പൊ ഈ അടിസ്ഥാനം ഇട്ടാൽ, എൻ്റെ മേലൊരു അടിസ്ഥാനം ഇട്ടാൽ എൻ്റെ ഭാര്യയ്ക്ക് മാറാൻ നോക്കൂല, എൻ്റെ മോന് മാറാൻ നോക്കൂല, എൻ്റെ മോന് മരുവോളായി വന്നവൾക്ക്, ഭാര്യയായിട്ട് വന്നവർക്ക് മാറാൻ നോക്കൂല, അടുത്ത തലമുറയ്ക്ക് മാറാൻ നോക്കൂല, 4 തലമുറയ്ക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റൂല. നമ്മളോടും കൂടെ ഇല്ലാത്തവരോടും കൂടെ ചേർത്താണ് ഈ അടിസ്ഥാനം ഇടുന്നത്. അപ്പൊ അങ്ങനെ വളർത്താന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങോട്ട് ഇറങ്ങാൻ, ഈ അടിസ്ഥാനത്തിലേക്ക് കയറി വരാൻ. ഇല്ലെങ്കിൽ പണി പാളും. ഇന്ന് ബന്ധക്കോസ് കോളത്തിൽ അടുത്ത തലമുറ ഇല്ല, അടുത്ത ജനറേഷൻ ഇല്ല. കാര്യം ഇവിടെ വന്ന് കിടന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് മക്കളെ അങ്ങനെ ആക്കണമേ, ഇങ്ങനെ ആക്കണമേ, അപ്പുറത്ത് തരണമേ, ഇപ്പുറത്ത് തരണമേ, അങ്ങനെ ഉയർത്തണമേ, ഇതിനെ ഉയർത്തണമേ. പ്രാർത്ഥനയോട് പ്രാർത്ഥന. പക്ഷെ നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ അടിസ്ഥാനത്തിനകത്താണ് നീ എന്ന്. എന്താ മക്കളെ കൊണ്ടുവന്ന് എവിടെ പോവും? അവർക്ക് കിട്ടണ പണിയെന്ന് പറഞ്ഞാൽ നിന്റെ കൈ ബലപ്പെട്ടിരിക്കാത്ത സമയത്ത് ദൈവം കണക്ക് തീർക്കും. നിന്റെ കയ്യ് അത് ഏലിയാസറിനോട് അബ്രഹാം പറഞ്ഞു, നീ എൻ്റെ തുടയിൽ കൈവൈ, തുടയിൽ കൈവൈ, എന്നിട്ട് സത്യം ചെയ്യണം, ഈ അടുത്തുള്ള ഹിത്യരുടെ അല്യാസ്ത്രത്തിന് ഫെലിസ്ത്യരുടെ അനാക്യരുടെയോ അടുത്തുനിന്ന് എൻ്റെ മോന് പെണ്ണെടുക്കൂല. നീ പോയി എൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ ചെന്ന് പെണ്ണെടുക്കണം. പെണ്ണെടുക്കുന്നത് മാത്രമല്ല, ആ പെണ്ണെടുത്തിട്ട് ആല്യാസ്ത്രം ചെയ്യും, എൻ്റെ മോനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. അവൾ വരാൻ മടിക്കുന്നു എങ്കിൽ ഈ സത്യത്തിൽ നിന്ന് നീ ഒഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. എവിടെ കൈവയ്ക്കാൻ പറഞ്ഞു? എന്താ അങ്ങനെ വയ്ക്കാൻ പറഞ്ഞത്? കയ്യിലടിച്ച് സത്യം ചെയ്ത്. നമ്മൾ പറയണ അങ്ങനെയല്ലേ, കയ്യിലടിച്ച് സത്യം ചെയ്ത്.
മക്കളെ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്. അല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലെങ്കിലും പറയും ബൈബിൾ എടുത്തോട് എന്നാ അടിച്ച് സത്യം ചെയ്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയണത്. ഇവിടെ അബ്രഹാം പറയുകയാണ് എൻ്റെ തുടയിൽ കൈവൈ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകം എടു, 19-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഒന്ന് വായര്. അപ്പൊ ഈ സത്യം ചെയ്തത് ആരുടെ പേരിലാണ്? കർത്താവിന്റെ നാമത്തിൽ. രാജാതി രാജാവും കർത്താതി കർത്താവും എന്നുള്ളവന്റെ നാമം അവന്റെ തുടമേലും ഉടുപ്പിന്മേലും ഇരിക്കുന്നു. ദൈവം പറഞ്ഞു, ജാതികളുടെ ഇടയിൽ പോലും എൻ്റെ നാമം വലിയത്. സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ എൻ്റെ നാമം വലുത്. അങ്ങനെയാണെങ്കിൽ നീ സത്യം ചെയ്തത്, നീ സ്നാനപ്പെടാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ വന്ന് സത്യം ചെയ്തിട്ട് ഇറങ്ങിപ്പോയില്ലേ? അത് കർത്താവിന്റെ നാമത്തിൽ. അത് നീ മാത്രമല്ല സത്യം ചെയ്തത്, നിന്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം സത്യം ചെയ്തു. ഈ സത്യത്തിൽ നിന്ന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. നിന്റെ മക്കൾക്ക് ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിയിട്ട് അപ്പുറത്ത് ചാടാമെന്ന് നീ കണക്ക് കൂട്ടിയാൽ, ദൈവത്തിലുള്ള വിടുതൽ വാങ്ങിയിട്ട് നീ അപ്പുറത്തേക്ക് കാല് വെക്കാന്ന് കണക്ക് കൂട്ടിയാൽ, ഈ സത്യത്തിൽ നിന്ന് നീ ഒഴിവുള്ളവനല്ല. അബ്രഹാം പറയുകയാണ്, നീ ഈ സത്യത്തിൽ നിന്ന് നിന്നെ സത്യം നിവർത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ മെസൊപ്പൊത്താമ്യയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന എൻ്റെ ദൈവം തൻ്റെ ദൂതനെ നിന്റെ മുമ്പേ അയക്കും. സത്യം നിവർത്തിക്കാനായിട്ട് ദൈവം തൻ്റെ ദൂതനെ നിന്റെ മുമ്പേ അയക്കും. ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ല. അവന്റെ പിറകെ നീ പോയാ മതി. അവൻ എത്തിക്കേണ്ട സ്ഥലത്ത് എന്ത് ചെയ്തോളും? നിന്നെ എത്തിച്ചോളും. നമുക്ക് അങ്ങനെയൊന്നുമില്ലല്ല. നമ്മൾ ഓടുകയല്ലേ ആരുടെയൊക്കെ ലക്ഷ്യം വെച്ചോണ്ട്. ഒരു സഭയിൽ ഞാനിരിക്കുന്ന ഒരു സഭയുടെ പേര് പറയുന്നില്ല, അതിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ അന്ന് അവിടെ വന്ന ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ട ദൂത് പറഞ്ഞു, തലമുറയുടെ ദൂതൊക്കെ പറഞ്ഞപ്പോൾ ഒരു മാതാവ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം പാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ മോയോടെ? മോയില്ല, ഇന്ന് ടീമിൻ്റെ ഒരു കളിയുണ്ട്, കളിക്ക് പോയിരിക്കുകയാണ് മോൻ. അപ്പം കളിച്ച് തീർന്നിട്ട് കുളിച്ച് വരാൻ പറ, അപ്പോഴും പ്രാർത്ഥിക്കാൻ, ഇപ്പോഴും പോകാൻ പറഞ്ഞു. ഈ സഹോദരി മീറ്റിംഗൊക്കെ കഴിഞ്ഞിട്ട് ഞായറാഴ്ച വന്ന് എൻ്റെ അടുത്ത് പറയുകയാണ്, പക്ഷേ നമ്മൾ പൈസ കൊടുത്താണ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആളെ വിളിച്ചത്. അപ്പം പിന്നെ ഞങ്ങളെ വിഷയത്തിന് പ്രാർത്ഥിക്കാതെ. ഞാൻ ചോദിച്ചു, നിങ്ങളെ മോൻ എവിടെയാണെന്ന് എങ്ങനെ അറിയാം? നിങ്ങളെ കളിക്കണമെന്ന് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വല്ല കൊള്ളസക്കത്തിൻ്റെ കൂട്ടത്തോ പിടിച്ചു പറിച്ചുകാരൻ്റെ കൂട്ടത്തോ എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ ഇത് പണ്ടുള്ളവർ ചെയ്യുമ്പോൾ കളിക്കുള്ള ഭാഗത്ത് കുറച്ച് ചാരായം വിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർ ചാരായം കൊണ്ട് പോകുമ്പോൾ
അവിടെ ഒരു കുരിശടി കാണും. ആ കുരിശടിയിൽ കൊണ്ടുവന്ന് 100 രൂപ 50 രൂപ കാണിക്കേട്ടിട്ട്, ആണ്ടവനെ കാത്തുകൊള്ളണേ, ഞാൻ പോകുന്ന വഴി എനിക്ക് ശുഭകരമായി ഞാൻ മടങ്ങി. എന്തിനു പോണത്? എന്തിനു പെയ്യത്? ഇത് ശുഭകരമായി. എടാ, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് എഴുതിയിരിക്കുമ്പോൾ ആ തൊഴിൽ ചെയ്യാൻ പോകുന്നവനെ കാത്തുകൊള്ളാൻ വേണ്ടി കാണിക്ക ഇട്ടിട്ട് പോകുന്ന ഇതുപോലെയാണ് പെന്തക്കോസ്തില്. ആലയത്തിൽ വന്ന് എവിടെയെങ്കിലും പോയി കിടക്കുന്ന മക്കൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി, ചെറുമക്കൾക്ക് വേണ്ടി കുമ്മയിരുന്ന് പ്രാർത്ഥന. ദൈവം കണക്ക് തീർക്കും. അന്ന് നിന്റെ കൈ ബലപ്പെടില്ല. ഇവിടെ ദാവീദിന് ന്യായം പാലിച്ചു കൊടുക്കേണ്ടതിന് ദാവീദ് ഇളകാതെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്റെ സത്യത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നു. ആ സത്യത്തിൽ നടക്കണമെങ്കിൽ ഒന്ന്, സഹോദരം, ആ സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം എന്താ പറയുന്നത്? 4-ാം വാക്യം, വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരിക്കുന്നില്ല. ഒന്നാമത്തെ വിഷയം. ഇത് ആരാ ഈ വ്യർത്ഥന്മാര്? ഒരു വാക്യം ഞാൻ പറഞ്ഞുതരാം. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായര്. വേഗത്തിൽ വായിക്കണം. കേട്ടോ, ഉടമ്പടി ചെയ്തിട്ട് കള്ളസത്യം. നമ്മൾ ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ട് പറയുന്നതെല്ലാം കള്ളം, ചെയ്യുന്നതെല്ലാം കള്ളം. അവർ വ്യർത്ഥമായി ഒന്നുകൂടെ വരും. വ്യർത്ഥ വാക്കുകൾ, പ്രയോജനമില്ലാത്ത വാക്കുകൾ ദൈവസന്നിധിയിൽ പറയുന്നവൻ്റെ കൂടെ കൂട്ടുകൂടരുത്. അവരെ കൂടെ തിരിക്കരുത്. പ്രയോജനമില്ലാത്ത വാക്കുകൾ. അവർ ഉടമ്പടി ചെയ്തിട്ട് കള്ളം പറയും, കള്ളസത്യം ചെയ്യും. അങ്ങനെയുള്ളവരെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നിട്ടില്ല. അത് കണ്ട് ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണം. അതുകൊണ്ട് എനിക്ക് ന്യായം പാലിച്ചു തരണം. ഇനി യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഒന്ന് വായര്. നോക്കണമേ, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്പ്രയോജനം. ആദ്യം പ്രവൃത്തിയിൽ കൊണ്ടുവാ. ഇല്ലെങ്കിൽ നീ ചെയ്യുന്നത് മുഴുവനും വ്യർത്ഥമാണ്, പ്രയോജനമില്ലാത്തതാ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത ദാവീദ് പറയുന്നത്, കപടക്കാരുടെ അടുക്കൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ലെന്ന് ചെന്നിട്ടുമില്ല. അത് യെശയ്യാവ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇവിടെ അല്പം അവിടെ അല്പം, സൂത്രത്തിന്മേൽ സൂത്രം, ചട്ടത്തിന്മേൽ. ഇതാണ്. അപ്പുറത്തെ പള്ളിയിൽ സൺഡേ സ്കൂളിന് എന്ത് ചെയ്യും? ശീസയില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പറയുന്നത്, ഞാനും ആല്യാസ്തോത്രം ചെയ്യുന്നു 95 വരെ ഇവിടെ കിടന്നവനാണ്, CSIയിൽ കിടന്നവനാണ്. 64 ജനിച്ച് 95 വരെ CSIയിൽ കിടന്നതായി, 31 വർഷം. അവിടെ എന്തരോ കെട്ടിഘോഷിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെയൊക്കെ പറഞ്ഞ് എവിടെ വിടുകയാണ്? മക്കളെ പറഞ്ഞ് CSIയിലും വിട്ടിട്ട് അമ്മയും അപ്പനും അവിടെ വരും. ഇവിടെ അല്പം ചട്ടത്തിന്മേൽ. മോശ പറഞ്ഞ ഒരു കാര്യമുണ്ട്, യാഗം എങ്ങനെ കഴിക്കണം? ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ നന്മകളുമായിട്ട് ദൈവസന്നിധിയിൽ യാഗത്തിന് ചെല്ലണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അറപ്പായ സ്ഥലത്ത് വെച്ച് യാഗം കഴിക്കേണ്ടി വരും.
ജാതികൾ ഞങ്ങളെ കല്ലെറിയും. അപ്പൊ ഇവിടെ പകുതി അവിടെ പകുതിയാണെങ്കിൽ നമ്മളെ ആരിപ്പ കല്ലെറിഞ്ഞോണ്ടിരിക്കണ? ഇവിടെ പകുതി അവിടെ പകുതി. പോണെങ്കിൽ ഒരു വെള്ളത്തിൽ കുളിക്കാൻ പോ, ഇല്ലാതെ രണ്ടിടത്തെയും വെള്ളം കുടിക്കാനായിട്ട് എന്ത് ചെയ്യരുത്. അശൂറിലെ വെള്ളം കുടിപ്പാൻ നീ ഇനി എന്തിനു പോണോ? ഒരിക്കൽ നീ തലയിൽ കൈയും വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നതല്ലേ? ഇനിയും നിന്റെ വഴി മാറ്റേണ്ടതിന് നീ ഇത്ര തെണ്ടി നടക്കുന്നത് എന്ന് യിരെമ്യാ പ്രവാചകൻ 2-ാം അധ്യായത്തിൽ വിളിച്ചു പറഞ്ഞു. പലരും ഇന്ന് അങ്ങനെയാ, വഴി മാറ്റാതെ എന്ത് ചെയ്യാണ്? ആദ്യം നമ്മളെ വഴി മാറ്റ്. ഇന്നലെ വരെ പൊയ്ക്കൊണ്ടിരുന്ന വഴിയല്ല, മാറ്റിപ്പിടി ദൈവത്തിന്റെ വഴി എന്താണെന്ന്. കർത്താവിനോട് പീലാത്തോസ് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ? കർത്താവ് പറഞ്ഞോ, നീ പറഞ്ഞത് സത്യം തന്നെ, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്ന രാജാവ്. പീലാത്തോസ് ചോദിക്കണം, സത്യം എന്ന് പറഞ്ഞ നമ്മളിപ്പോൾ പലരും എന്ത് ചെയ്യാണ്? ഈ ദൈവവചനത്തിന്റെ സത്യം എന്തെന്ന് അറിയാതെ ദേശാധിപതിയായിരിക്കുന്ന പീലാത്തോസ് ചോദിക്കണം, സത്യം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ദൈവവചനത്തിലേക്ക്, ദൈവവിശ്വാസത്തിലേക്ക്, ദൈവസഭയിലേക്ക് നീ വന്നെങ്കിൽ ക്രിസ്തുവിന്റെ സത്യം നീ അറിയണം. അല്ലാതെ അവിടെ അല്പം ഇവിടെ അല്പം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം പ്രയോഗിക്കുന്ന വ്യക്തികളാകരുത്. ദാവീദ് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ശൗലിനോട് പറ്റി നിൽക്കാമായിരുന്നു. എന്ത് ചെയ്യണം? ശൗലിനോട് പറ്റി നിൽക്കണമെങ്കിൽ ദാവീദ് എന്ത് ചെയ്താൽ മതിയായിരുന്നു? എന്ത് ചെയ്താൽ മതിയായിരുന്നു എന്ന് പറ. ആ പെണ്ണുങ്ങളെല്ലാം കൂടെ പാടിയില്ല, ശൗൽ 1000 കൊന്ന്, ദാവീദ് 10,000 കൊന്ന്. അപ്പോഴാ സഹോദരിമാരെ എല്ലാം ചുമ്മാ അല്ലേ, നമ്മുടെ രാജാവാണ് വലുത്, ഞാനല്ല എന്ന് പറഞ്ഞ് അവരെ ഒന്ന് ശാസിച്ച് അമർത്തിയെങ്കിൽ ശൗല് ദാവീദിനെ പ്രസാദിക്കുമായിരുന്നു. അവര് പാടിയെങ്കിലും ഉള്ള മഹത്വമല്ല അവ എനിക്ക് തന്നെ തന്നു എന്ന്. ഇത് അത് ചെയ്യാത്തതാണ് ശൗലിന് കണ്ണുകടി അങ്ങോട്ട് വന്നത്. ദാവീദ് കൊട്ടാരത്തിലൊന്നും പോകൂലായിരുന്നു. പിടികിട്ടിയ ഇവിടെ ദൈവമക്കൾ ആരെയും പുകഴ്ത്താനൊന്നും പോണ്ട. ആ പുകഴ്ത്താൻ പെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പം കുറച്ച് കഷ്ടതയിലാകും. പക്ഷെ അടുത്ത് നിനക്കൊരു മഹത്വം വെച്ചിട്ടുണ്ട് ദൈവം. മനസ്സിലായ? അടുത്തൊരു മഹത്വം വെച്ചിട്ടുണ്ട്. അത് സ്ഥിരമായിരിക്കുന്ന മഹത്വം. അവന് വീണ്ടും കണ്ണുകടി വരുമ്പോൾ ശൂലം എടുക്കും നിന്നെ കുത്തായി. അത് നീ പ്രതീക്ഷിക്കുകയില്ല. ദാവീദ് പറയുന്നു, ഞാൻ കപടക്കാരുടെ കൂട്ടത്ത് ഇരുന്നിട്ടില്ല. അടുത്ത വാക്യം ഒന്നുകൂടെ, ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു. ഈ ദുഷ്പ്രവൃത്തി എന്ന് പറയുന്നത് യെശയ്യാവ് 1-ാം അധ്യായം എൻ്റെ 4-ാം വാക്യത്തില് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, പിറുപിറുക്കുന്ന ആരുടെ മക്കളെന്ന് വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു തന്നു. ആരുടെ മക്കളെന്ന്? ദൈവസഭയിൽ വന്നിട്ട് പിറുപിറുക്കുന്നത്, എന്തെങ്കിലും വരി പറഞ്ഞാൽ പിറുപിറുക്കുന്നു, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ പിറുപിറുക്കുന്നു, എന്തെങ്കിലും ആലയത്തിൻ്റെ പണി പറഞ്ഞാൽ പിറുപിറുക്കുന്ന ആരെ മക്കളെന്ന് പറഞ്ഞു? വക്രതയും കോട്ടവുമുള്ളവൻ്റെ തലമുറ. ദൈവം ഒരുപാട് സ്ഥലത്ത് ജനിപ്പിച്ചവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ? അതൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഇതൊന്ന് വായിച്ചേ. പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി എന്ന് പറഞ്ഞാൽ പാപമുള്ള ജാതി. ദൈവം എന്ത് പറഞ്ഞുവോ അതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നവന്റെ തലമുറ. അകൃത്യം ഏത് ലംഘിക്കരുതെന്ന് ദൈവം പറഞ്ഞുവോ അതിനെ ലംഘിച്ചു പോകുന്നവന്റെ തലമുറ.
നമ്മുടെ കർത്താവ് ഏത് യാഗമായി? അകൃത്യയാഗമായി. നമ്മുടെ ലംഘനങ്ങൾക്ക് യാഗമായി. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ അടുക്കലേക്ക് പോകരുത്. ഇങ്ങനെയുള്ള മക്കളാണോ ഇങ്ങനെയുള്ളവരാണോ എന്നൊക്കെ നോക്കിയാണ് നമ്മൾ മക്കൾക്ക് ഓരോ കുടുംബജീവിതം കൊടുക്കുന്നത്. നമ്മൾ നോക്കണത് എന്തിനാണ്? കാണാൻ കൊള്ളാമോ, ഇല്ല 10 പൈസ കയ്യിൽ വരുമോ, അല്ലേ? പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ ഉണ്ടാ, ഇവരുമായിട്ട് ഒരു സമ്പർക്കം ഞാൻ ചെയ്തിട്ടില്ല. ദുഷ്പ്രവർത്തിക്കാരുടെ കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഞാൻ പകച്ചിട്ടേ ഉള്ളൂ, അവരെ അനുകൂലിച്ചിട്ടില്ല. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തി ഒരിക്കലും അനീതിക്ക് സപ്പോർട്ട് പറയില്ല. അതിനെ എതിർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ വിട്ടെങ്കിലും എന്ത് ചെയ്യും? അതിനെ എതിർത്താൽ ചിലപ്പോൾ നമുക്ക് ദോഷം സംഭവിക്കും. എങ്കിൽ അവിടെ വിട്ട് നമ്മൾ വിലകും, മാറിപ്പോണം. അവരെ കൂട്ടത്തിൽ ചെന്ന് ഇരിക്കുകയും ചെയ്യരുത്. ഒറ്റയ്ക്ക് വീട്ടിലിരുന്നാൽ, തനിച്ചിരിക്കുന്ന കുരുകിനെ പോലെ നീ ഇരുന്നാൽ ഇവരെ ഇടയിൽ ചെന്നിരിക്കരുത്. ദൈവം കണ്ട ഒരു പക്ഷി ആ കുരുകിൽ, അത് തനിച്ചിരിക്കും. അതിനെ എടുത്ത് ആരെങ്കിലും ഒരു കാശിന് 2 കുരുകിൽ കൊടുക്കുക. എന്നാൽ ലൂക്കോസിൽ പറഞ്ഞ എന്തിനാണ്? 5 കുരുകിൽ. അപ്പോൾ 1 കൂടുമല്ലോ. ഇത് ചുമ്മാ ഇരിക്കല്ലേ, ആർക്കും വേണ്ടാതെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ, പിടിച്ചങ്ങ് കൊടുക്കാം. പക്ഷെ ദൈവം കണക്ക് ചോദിക്കും. നീ ഒറ്റയ്ക്കിരുന്നാലും നിനക്ക് വേണ്ടി കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ദുഷ്പ്രവർത്തിക്കാരുടെ അടുക്കൽ പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. കുരുകിലിനെ പോലെ തനിച്ചിരി, എന്നാലും പോകരുത്. അടുത്ത ദാവീദ് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ദുഷ്ടന്മാരുടെ അടുക്കൽ ദുഷ്ടന്മാരോട് കൂടെ ഇരിക്കുകയില്ല. അതിന് ഒരു വാക്യം നിങ്ങൾക്ക് ഞാൻ തരാം. സങ്കീർത്തനം 119 155 വാക്യം ഒന്ന് വായര്. വേഗത്തിൽ വായിക്കണം. രക്ഷ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു. ഈ ദൈവിക ചട്ടമുണ്ട്. യാക്കോബിനൊരു ചട്ടമായി കൊടുത്തു, അബ്രഹാമിനൊരു സത്യമായി കൊടുത്തു. ഏതൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഈ ചട്ടം ലംഘിക്കുന്നവരുടെ അടുക്കൽ പോകരുത്. സക്കറിയാവും എലിസബത്തും എന്തായിരുന്നോ? പുരോഹിതരായിരുന്നു, വാർദ്ധക്യമുള്ളവരായിരുന്നു, അല്ലേ? അതില് സക്കറിയാവിനെയും എലിസബത്തിനെയും എടുത്തു പറയാൻ അവർ ന്യായപ്രമാണത്തിൽ കുറ്റമില്ലാത്തവരായിരുന്നു. എന്നിട്ടും അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയതാ എപ്പോഴും കിട്ടി? കൂറിന്റെ ക്രമപ്രകാരം ഒരു ക്രമം, ചട്ടം പ്രകാരം ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോ ദൂതൻ വന്നു. അപ്പൊ നമുക്കൊരു ചട്ടം വെച്ചിട്ടുണ്ട് വേദപുസ്തകത്തിന്. ഇതിന്റെ ക്രമപ്രകാരം ഇതിനൊരു ക്രമമുണ്ട്. ആ ക്രമപ്രകാരം നീ ആലയത്തിൽ വരുമ്പോഴാണ് മറുപടി കിട്ടുന്നത്. പിടികിട്ടിയ? അവര് ന്യായപ്രമാണത്തിൽ സകലത്തിലും കുറ്റമില്ലാത്തവരായിരുന്നു, വയസ്സ് എന്നവരുമായിരുന്നു. പക്ഷെ എടുത്തു പറയുന്ന ഒരു വാക്യമാണ്, അവർ ക്രൂരിന്റെ ക്രമപ്രകാരം
ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ സക്കറിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക്. അപ്പൊ ചട്ടം ലംഘിച്ച് ക്രമം തെറ്റി നമ്മളിവിടെ കസേര ഇടുന്നു. ഹല്ലേലൂയ സ്തോത്രം. 3 വരി വീതം ഇങ്ങനെ ഇടുന്നു. വന്ന ഉടനെ ജിജി സിസ്റ്റർ ഒരു കസേര വലിച്ചങ്ങോട്ട് ഇടുന്നു, 2 പിള്ളേരെയും പിടിച്ച് അവിടെ ഇരിക്കുന്നു. എന്നെ മോനും മരുമകളും വരുന്നു, അവരും 2 കസേരയും പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നു. ക്രമം തെറ്റിച്ച അപ്പോ നമ്മൾ ഇത് ഇടുന്നതിന് മുമ്പേ ഇവരെന്ത് ചെയ്യണം? സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ ക്രമം തെറ്റുമോ? ഞാൻ ഒരു നിസ്സാര ഉദാഹരണം പറഞ്ഞിരുന്നത്. പണ്ട് ഞാൻ മാവേലിക്കര വിന്നി ജേക്കബിൻ്റെ സഭയിൽ ശുശ്രൂഷിക്കാൻ പോയി. അന്ന് അദ്ദേഹം പറയുകയാണ് 140ഓളം കസേര ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഞാൻ ഒരു കസേര ഇവിടെ നിന്ന് ഒരുത്തനും എടുത്ത് മാറ്റരുത്, ഞാൻ പ്രാർത്ഥിച്ച് ഇട്ടിരിക്കുകയാണ് കസേര. ഈ കസേരയ്ക്ക് അഭിഷേകം ഉണ്ടെന്ന്. കാര്യം പുള്ളി കൈവച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് കസേരയ്ക്ക് എന്ത് ഇരിക്കുന്നത്? അതൊക്കെ ചുമ്മാ പോട്ടെ. ഹല്ലേലൂയ സ്തോത്രം. എല്ലാത്തിനും ഒരു ക്രമം ദൈവം വെച്ചിട്ടുണ്ട്. ആലയത്തിന് ആദ്യം വരേണ്ടത് പാസ്റ്ററും ഭാര്യയും, അതിലൊരു ക്രമമുണ്ട്. വന്നിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, ക്രമമുണ്ട്. അത് കണ്ടിട്ട് വിശ്വാസികൾ വരണം, ക്രമമുണ്ട്. ഈ ചട്ടം ലംഘിക്കുന്നവരോട് ഭാര്യയും പാസ്റ്ററും ഭാര്യയും കൂടെ ഒരുമിച്ച് വന്നാൽ അടുത്ത ഉള്ള ക്രമം എങ്ങനെയാണ്? അടുത്തുള്ള ക്രമം വിശ്വാസികൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വരണം. ഒന്ന് അങ്ങ് പലവ്യഞ്ജന കടയിലും ഒന്ന് മീൻചന്തയിലും നിന്നിട്ട് 2 കോപ്പിൽ കൂടെ അല്ല വരേണ്ടത്. അതിനകത്തൊരു ക്രമമുണ്ട്. പാസ്റ്ററും ഭാര്യയും ഒരുമിച്ച് വന്നോ? അപ്പൊ നിങ്ങളും എന്ത് ചെയ്യണം? വരണം ഇവിടെ. അങ്ങനെ ലംഘിക്കുന്നവരെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഈ ഒരു അനുഭവത്തിലേക്ക് വന്നാൽ നിനക്ക് ന്യായം ദൈവം പാലിച്ചിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമിട്ടത് കർത്താവാ. ആ കർത്താവ് നമുക്ക് അടിസ്ഥാനം ഇട്ടത് നമ്മൾ ഇളകാതെ ഉറച്ചു നിൽക്കാൻ. ഇളകരുത്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് ദൂത് പറയുമ്പോൾ, അല്ലെങ്കിൽ അവനോട് ഉപദേശം പറയുമ്പോൾ, ദൈവത്തിനൊരു സ്ഥിരമായ അടിസ്ഥാനമുണ്ട്. എന്തടിസ്ഥാനമെന്നാ പറയുന്നത്? 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിര്. ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ, അത് പ്രസംഗിക്കുന്നവൻ മാത്രമല്ല, വീട്ടിൽ ഇരുന്ന് ദൈവവചനം വായിക്കുന്നവനായിരുന്നാലും മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് സാക്ഷി പറയുന്നവനായിരുന്നാലും അല്ലെ കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് എന്ത് പറയുന്നവനായിരുന്നാലും അനീതി വിട്ട് അകന്നുകൊള്ളണമെന്നൊരു അടിസ്ഥാനം നമ്മളിൽ ഇട്ടിട്ടുണ്ട്. അനീതി വിട്ട് അകന്നുകൊള്ളണമെന്നുള്ള അടിസ്ഥാനം നമ്മളിൽ ഇട്ടിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ നിലനിന്നാൽ അബ്രഹാം ഏലിയാസറിനെ അയച്ചു. ഏലിയാസർ നാഗൂരിൻ്റെ ദേശത്ത് ചെന്നിട്ട്, മെതുവലിൻ്റെ പട്ടണത്തിൽ ചെന്നിട്ട് ഒറ്റ പ്രാർത്ഥന മതി. ഒറ്റ പ്രാർത്ഥന. എന്ത് പ്രാർത്ഥിച്ചു? ഉൽപ്പത്തി 24:12. എൻ്റെ
യജമാനായ അബ്രഹാമിന്റെ ദൈവമേ, ഒന്ന് എന്നോട് കൃപ ചെയ്യണ്ട, എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ച്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അബ്രഹാം ഇസഹാക്കിനും പെണ്ണെടുക്കാൻ തന്നെ ചാർച്ചക്കാരുടെ അടുക്കൽ തന്നെ പോകണമെന്ന് പറയുമ്പോൾ അബ്രഹാമിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു ഉദ്ദേശം പിടികിട്ടി. എന്തുദ്ദേശമാണ്? ഈ റിബേക്ക ജനിച്ചത് എപ്പോഴേ? ഈ റിബേക്ക ജനിച്ചത് ദിവസം അബ്രഹാമിൻ്റെ ചെവിയിലെത്തി, നാഗൂരിൻ്റെ മകൾ മെതുവേലിന് ഇങ്ങനെ ഒരു മകള് ജനിച്ചു എന്ന്. എപ്പോഴാണത്? ഇസഹാക്കിൻ്റെ യാഗം കഴിഞ്ഞ് അനുഗ്രഹത്തോടെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം ആദ്യം കേട്ട വാക്ക്, നാഗോറിൻ്റെ മകന് മെതുവേലിന് എന്ത് ചെയ്തിരിക്കുന്ന ഒരു മകള് ജനിച്ചിരിക്കണമെന്ന്. പിടികിട്ടിയ? ആദ്യം കേട്ടത് അബ്രഹാമിന് അവിടുത്തെ ഭയങ്കര ഒരു വാഗ്ദത്തം, നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളൊരു വാഗ്ദത്തം കേട്ട് ഇറങ്ങി വന്നപ്പോൾ അവന് കിട്ടിയ ഈ വാഗ്ദത്തം നിറവേറാൻ ഇസഹാക്കിനോട് ചേർന്ന് നിൽക്കേണ്ടവൾ ജനിച്ചു. ഇസഹാക്കിനോട് ചേർന്ന് നിൽക്കേണ്ടവൾ ജനിച്ചു എന്ന വാക്ക്. അപ്പോൾ അവള് എൻ്റെ മോന് കിട്ടണം. ഉള്ളിനകത്ത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹത്തെ ഏലിയാസറിനോട് പുറത്തു പറയാതെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ആ എൻ്റെ ആഗ്രഹം നിവർത്തിക്കേണ്ടതിന് നിന്റെ മുമ്പേ പോകും, നിന്റെ മുമ്പേ പോകും എൻ്റെ ആഗ്രഹം നിവർത്തിക്കാൻ. മുമ്പേ ചെന്ന് നിന്നത് കണ്ട ഏലിയാസർ ആ പട്ടണത്തിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് തന്നെ കാര്യം സാധിപ്പിക്കണം. അപ്പോൾ ഇത് ആര് പറഞ്ഞ? റിബേക്ക പറഞ്ഞു. കാര്യം സാധിപ്പിച്ച പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് കിടന്ന് ഒളിഞ്ഞു കിടക്കുന്ന ചില മർമ്മങ്ങളെ അതിനെ നമ്മൾ എടുത്ത് വീട്ടിനകത്തിരുന്ന് കുത്തിയിരുന്ന് അല്ല കുരുകിനെ പോലെ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ ആഗ്രഹം ഇതാണ്, എൻ്റെ ആഗ്രഹത്തെ നിവർത്തിക്കേണ്ടതിന് നിന്റെ ദൂതനെ എനിക്ക് മുമ്പേ അയക്കണം. എന്നിട്ട് അവൻ ഒരു തീരുമാനം 14-ാം വാക്യം അല്ലേ അത് പറയുകയാണ്, ആല്യാസ്തോത്ര, ഞാൻ കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ ഒട്ടകങ്ങൾക്ക് കൂടെ വെള്ളം കൊടുക്കാൻ നമ്മൾ പറയുന്നവളായിരിക്കണം. അപ്പം പ്രാർത്ഥനയിലുള്ള 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രാർത്ഥിച്ച 2 കാര്യങ്ങൾ ഇന്ന് തന്നെ കാര്യം സാധിപ്പിക്കണം. ഞാൻ വെള്ളം ചോദിക്കുമ്പോൾ ഒട്ടകത്തിനോടെ കൊടുക്കണം. പ്രാർത്ഥനയായി, തീരുമാനമായി, മറുപടി ഉടനെ. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയും തീരുമാനവും വരട്ടെ. ആദ്യം പ്രാർത്ഥന മാത്രമല്ല, തീരുമാനം കൂടെ വരണം. തീരുമാനം വന്നു കഴിഞ്ഞാൽ മറുപടി ഉടൻ. പറഞ്ഞു തീരുന്നതിന് മുമ്പേ. ഇനി അടുത്ത് ഇസഹാക്ക് എന്ത് ചെയ്യാണ്? അപ്പൻ പറഞ്ഞയച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി വെളിമ്പ്രദേശത്ത് പ്രാർത്ഥിക്കാൻ വന്ന്. ഇതാ പ്രാർത്ഥിക്കാൻ വന്നതേ ഉള്ളൂ, പ്രാർത്ഥനയുടെ മറുപടി മുമ്പേ തന്നെ. ഇസഹാക്ക് വെളിമ്പ്രദേശത്ത് എന്ത് ചെയ്ത്? അപ്പ ഇങ്ങനെ ഒരാഗ്രഹത്തോടെ പറഞ്ഞയച്ചിരിക്കുന്നത്, അതിന് മറുപടി എന്തായെന്ന് കഴിക്കാൻ പ്രാർത്ഥിക്കാൻ അവൻ വന്നതേ ഉള്ളൂ. ആ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അതിൻ്റെ മറുപടി മുമ്പിൽ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ഒരു അനുഭവത്തിൽ വരട്ടെ.
തീരുമാനമുണ്ടാകട്ടെ. ദാവീദ് പറയും, എനിക്ക് ന്യായം പാലിച്ചു തരണം. ഞാൻ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു? വിട്ട് ജീവിക്കുന്നു. പുതിയ നിയമസഭയിലും ദൈവമിട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അടിസ്ഥാനത്തിൽ ഇളകാതെ ദൈവകൃപയിൽ ഉറച്ചുകൊണ്ട് ഈ പകൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് മുമ്പിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഈ സങ്കീർത്തനത്തോട് ചില കാര്യങ്ങളൂടെ പറയാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ വാസസ്ഥലം എനിക്ക് പ്രിയമാകുന്നു. അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. വാസസ്ഥലം പ്രിയമാകുന്നു എന്ന കർത്താവ് പറഞ്ഞ്, ഞാൻ വാസസ്ഥലം ഒരുക്കാൻ പോയിരിക്കുന്നു. പോവുകയാണ്. എന്തിന്? അവിടെ ചേർക്കാൻ. അതൊക്കെ ചിന്തിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ നമ്മുടെ സെക്രട്ടറി ഉണ്ട്, ശുശ്രൂഷയ്ക്ക് സമയം കൊടുക്കണം. അതുകൊണ്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും ദാവീദ് പറഞ്ഞതുപോലെ എനിക്ക് ന്യായം പാലിച്ച് കിട്ടണം. പക്ഷേ അതിനുവേണ്ടി ദാവീദ് കൊടുത്ത വില നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം ദാവീദിന് ന്യായം എന്ത് ചെയ്തു കൊടുത്തു? പാലിച്ചു കൊടുത്തു. ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ, ദാവീദ് എന്താ ആഗ്രഹിച്ചത് ശൗലിനെ കുറിച്ച്? ഞാൻ കൊല്ലൂല, പിന്നെ ഒന്നുകിൽ അവന് മരിക്കാനുള്ള സമയം വരും, അല്ലെങ്കിൽ അവൻ പടയിൽ പോയി പട്ടുപോകും. അല്ലാതെ ഞാനായിട്ട് അവൻ എന്ത് ചെയ്യില്ല. ദാവീദിൻ്റെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു കൊടുത്ത പടയിൽ ചെന്ന് തന്നെ അവൻ പട്ട്. ദാവീദിൻ്റെ കൈ അവൻ്റെ മേൽ വീഴുന്നോ? പാലിച്ചു കൊടുത്താലായ. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് എടുത്ത് വെച്ച് നീ പ്രാർത്ഥിര. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിര. നമ്മൾ ചെയ്യേണ്ടത് ദൈവം ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കേണ്ടത് ദൈവം പ്രവർത്തിക്കട്ടെ. ആ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ദാവീദ് എന്നിട്ടും അങ്ങ് ഓടി കസേരയിൽ ഇരിക്കാൻ കഴിയില്ല. കസേര ശൗല് മരിച്ച് എല്ലാം ഒതുങ്ങി കിടക്കുകയാണ്. എല്ലാവരും കൂടെ വന്ന് വിളിച്ച് ദാവീദിൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ശൗലുണ്ടായിരുന്നപ്പോൾ നീ ഞങ്ങളെ നടത്തി, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? വന്ന് കൊട്ടാരത്തിലിരിക്കാൻ പറഞ്ഞു. ദാവീദ് പറഞ്ഞു, അതൊക്കെ വരട്ടെ. എവിടെ? ദാവീദ് യഹോവയോട് എടുത്ത് വെച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇവർ വിളിക്കുന്നിടത്ത് പോണോ? ദൈവം പറഞ്ഞു പോകാൻ പറഞ്ഞു. എന്നിട്ടും ദാവീദ് പെയ്തില്ല. ദാവീദ് അടുത്ത് യഹോവയോട് എടുത്ത് വെച്ചിട്ട് ചോദിക്കുകയാണ്, എവിടെ പോകണം? യെരൂശലേമിൽ പോകണോ? ഹെബ്രോനിൽ പോകണോ? എവിടെ പോകണം? എവിടെ ചെന്ന് ഞാൻ രാജാവായിരിക്കണം? ദൈവം പറഞ്ഞു, ഹെബ്രോനിൽ പോ. നമ്മൾ തീരുമാനം എടുക്കുന്ന എല്ലാം ദൈവഹിതമാകട്ടെ. ദൈവത്തോട് ചോദിച്ചിട്ട്. അല്ലാതെ ഒരു കസേര ഒഴിഞ്ഞു കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കയറിയിരിക്കരുത്. അത് ചിലപ്പോൾ നമുക്കുള്ള കസേര അല്ല. ദാവീദ് ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഇരിക്കണോ? ധൈര്യമായിട്ടിരി. പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് ചോദിക്കാം, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത പടി? ചോദിച്ച് ദൈവത്തോട് ചോദിച്ചിട്ട് തീരുമാനമെടുക്കുന്നവരായാൽ നമ്മൾ ഒരിടവും പരാജയപ്പെടില്ല.